Logical functions. And this function returns true when all the arguments are true. If one or more arguments are false, then it returns false. Syntax equal to and logical condition 1, logical condition 2, etc. logical condition n. Example, and 5 plus 3 equal to 8. 6 plus 4 equal to 10 returns true. ലോജിക്കൽ ഫങ്ഷൻസ്. അടുത്തതായിട്ട് നമുക്ക് ലോജിക്കൽ ഫങ്ഷനുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആൻഡ് എല്ലാ ആർഗ്യുമെൻറ്റുകളും ട്രൂ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു. ആർഗ്യുമെൻറ്റിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യുന്നു. നമുക്കിവിടെ ഈക്വൽ ടു ആൻഡ് 5 plus 3 ഈക്വൽ ടു 8 എന്ന് നൽകി നോക്കാം. ഇപ്പോൾ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു, കാരണം നമ്മൾ കൊടുത്ത ആർഗ്യുമെന്റ് ട്രൂ ആണ്. നമുക്കറിയാം ഈ ആർഗ്യുമെന്റ് തെറ്റാണ് എന്ന്. നമുക്കിനി എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്തതായി കാണാം. ഇനി നമുക്ക് രണ്ട് ആർഗ്യുമെന്റ് നൽകി നോക്കാം. ഈക്വൽ ടു ആൻഡ് 5 plus 3 equal to 8, 6 plus 4 equal to 10. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. ട്രൂ എന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് തെറ്റിച്ച് നോക്കാം. ഈക്വൽ ടു ആൻഡ് 5 plus 3 equal to 8, 6 plus 4 equal to 11 എന്ന് നൽകി നോക്കാം. ഇതിൽ രണ്ടാമത്തെ ആർഗ്യുമെന്റ് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്തതായി കാണാം. ഓർ ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ വെൻ എനി ആർഗ്യുമെന്റ് ഈസ് ട്രൂ. ഇഫ് ഓൾ ആർഗ്യുമെന്റ്സ് ആർ ഫാൾസ് ദെൻ ഇറ്റ് റിട്ടേൺസ് ഫാൾസ്. സിൻടാക്സ് ഈക്വൽ ടു ഓർ ലോജിക്കൽ 1, ലോജിക്കൽ 2, ലോജിക്കൽ 3, etc. Example, or 1 plus 1 equal to 1, 2 plus 2 equal to 5 returns false. Another example, equal to or 5 into 3 greater than 10, 6 greater than 3 returns true. ഓർ ഫംഗ്ഷൻ നൽകിയിരിക്കുന്ന ആർഗ്യുമെന്റിലെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓർ ഫംഗ്ഷൻ. എല്ലാ ആർഗ്യുമെന്റുകളും ഫാൾസ് ആണെങ്കിൽ മാത്രം ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യുന്നു. എക്സാമ്പിൾ, ഈക്വൽ ടു ഓർ 1 plus 1 equal to 1, 2 plus 2 equal to 5. ഈ ആർഗ്യുമെന്റുകളിൽ രണ്ടും തെറ്റാണ്, അതുകൊണ്ട് തന്നെ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യുന്നു. നമുക്കിതിൽ ഒന്ന് ശരിയാക്കി നോക്കാം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. ഇതിൽ ഒരു ആർഗ്യുമെന്റ് ട്രൂ ആയതിനാൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്തതായി കാണാം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഈക്വൽ ടു ഓർ 5 greater than 3 എന്ന് നൽകി നോക്കാം. ഇപ്പോൾ ട്രൂ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, കാരണം 5 എന്ന സംഖ്യ 3നേക്കാൾ വലുതാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഈക്വൽ ടു ഓർ 5 into 3 greater than 10, 6 greater than 3 എന്ന് നൽകുമ്പോൾ ട്രൂ എന്ന് വന്നതായി കാണാം. ഇവിടെ 5 into 3 അഥവാ 15 greater than 10 എന്നും 6 greater than 3 എന്നും ട്രൂ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് ട്രൂ ആയാലും ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നതാണ്. നോട്ട് ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ വെൻ ദ ആർഗ്യുമെന്റ്സ് ഈസ് ഫാൾസ്.
If the argument is true, then it returns false. Syntax: not logical test. Example: equal to not 7 greater than 3 returns false. Not function. ആർഗ്യുമെന്റ് ട്രൂ ആണെങ്കിൽ ഫാൾസ് എന്നും ആർഗ്യുമെന്റ് ഫാൾസ് ആണെങ്കിൽ ട്രൂ എന്നും റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് നോട്ട്. ഇതിൽ ഒരു ആർഗ്യുമെന്റ് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഈക്വൽ ടു നോട്ട് 3 + 2 = 4 എന്ന് നൽകുമ്പോൾ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ആർഗ്യുമെന്റ് തെറ്റാണ്, അതുകൊണ്ട് തന്നെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇനി ആർഗ്യുമെന്റ് ശരിയാക്കി നോക്കാം. അതായത് നോട്ട് 3 + 1 = 4 ഇപ്പോൾ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്തതായി കാണാം. If function returns true or false value depending upon the logical test or condition. If the condition is true, the value if true is returned. Otherwise, value if false is returned. Logical test means any value or expression that can be evaluated to true or false. Syntax: equal to if logical test value if true value if false. Example: equal to if a5 greater than equal to 256, passed, failed. If function ലോജിക്കൽ ടെസ്റ്റ് അഥവാ കണ്ടീഷൻസിന് അനുസൃതമായി ട്രൂ ഓർ ഫാൾസ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. എക്സാമ്പിൾ: ഇഫ് a5 greater than equal to 256, passed, failed എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫെയിൽഡ് എന്ന് വന്നതായി കാണാം. കാരണം A5 എന്ന സെല്ലിൽ വാല്യൂസ് ഒന്നും നമ്മൾ നൽകിയിട്ടില്ല. ഇവിടെ നൽകിയ കണ്ടീഷൻ പ്രകാരം A5 എന്ന സെല്ലിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 256, അതായത് 256ഓ അതിന് മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ പാസ്ഡ് എന്നും അല്ല എങ്കിൽ ഫെയിൽഡ് എന്നും കാണിക്കണം എന്നതാണ്. നമുക്ക് 256 എന്ന് നൽകി നോക്കാം. ഇപ്പോൾ പാസ്ഡ് എന്ന് റിട്ടേൺ ചെയ്തതായി കാണാം. നമുക്കിനി കുറച്ച് മാർക്കുകൾ ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതേ കണ്ടീഷൻ തന്നെ അപ്ലൈ ചെയ്യാൻ ഓട്ടോഫിൽ ചെയ്ത് നോക്കാം. Logical functions are briefly mentioned in the table below. Combination of if and functions. You can combine the if function with and function to perform calculations based on multiple criteria. Example: the table contains marks in English, Hindi, Science, Maths, IT and Social respectively. To check whether the students have passed or not, you can type the formula. Calc displays passed only if the marks in all the papers are greater than or equal to the pass mark. Here, the pass mark for English is 40, Hindi is 50, Science is 52, Math is 80, IT is 75, and Social is 80. കോമ്പിനേഷൻ ഓഫ് if ആൻഡ് ഫംഗ്ഷൻ. ഒന്നികം ലോജിക്കൽ ടെസ്റ്റ് വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് if ഫംഗ്ഷനും ആൻഡ് ഫംഗ്ഷനും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക്
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കി റിസൾട്ട് കാണാം. മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് കാണാം. അതിനുവേണ്ടി ഇതുപോലെ ഫോർമുല ടൈപ്പ് ചെയ്യുക. ഇവിടെ റിനു എന്ന കുട്ടി ഫെയിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Nested if statement. Nested if is an if statement that has been placed within another if statement. You can use nested if condition to check more than one conditions. Example, the table contains marks in English, Hindi and Science respectively. To check whether the students have passed or not, you can type the formula. Calc displays passed only if the marks in all the papers are greater than or equal to the pass mark. Here the pass mark for English is 40, Hindi is 60 and Science is 50. Nested if statement. ഒരു if സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു if സ്റ്റേറ്റ്മെൻറ്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിനെ നെസ്റ്റഡ് if സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇംഗ്ലീഷിൽ 40ഉം ഹിന്ദിയിൽ 60ഉം സയൻസിൽ 50ഉം മിനിമം കിട്ടിയാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ, അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന് കാണിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്ര പ്രാവശ്യം ഫെയിൽഡ് എന്ന് കാണിക്കേണ്ടതാണ്. നമുക്കിനി നേരത്തെ if ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് റിസൾട്ട് കണ്ട മാർക്ക് ലിസ്റ്റ് നെസ്റ്റഡ് if ഉപയോഗിച്ച് കണ്ടു നോക്കാം. if ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുള്ള റിസൾട്ടാണ് ഇത്. നമുക്ക് ഈ ഫോർമുല നെസ്റ്റഡ് if എന്ന ഫംഗ്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇതുപോലെ ആയിരിക്കും. നമുക്ക് റിസൾട്ട് കണ്ടു നോക്കാം. Sum if function adds the values in cells specified by a given condition or criteria. The main advantage of this function is it can add the number that meets the given condition, or you can make the sum range of cells or a column with respect to the data in another column. Syntax equal to sum if range, criteria, sum range. Range is the range of the cells that you want to evaluate. Criteria is the condition based on which the cells will be added. Sum range is the actual cells to sum. Example, table 1 shows the salary details of a company. You have to find out total salary of the staff. Use the formula given below. Sum if. നൽകുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സെല്ലുകളിലെ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് സം if ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു കോളത്തിലെ വാല്യൂസിന് നൽകുന്ന കണ്ടീഷൻ അടിസ്ഥാനമാക്കി മറ്റൊരു കോളത്തിലെ വാല്യൂസ് ആഡ് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ ഫംഗ്ഷന്റെ പ്രധാന അഡ്വാൻറ്റേജ്. ഉദാഹരണത്തിന്, ഈ ടേബിളിൽ ഒരു കമ്പനിയിലെ സാലറി ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് 25 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരുടെ ടോട്ടൽ സാലറി കാണണമെന്ന് കരുതുക. അതിനുവേണ്ടി നമുക്ക് താഴെ പറയുന്ന ഫോർമുല ടൈപ്പ് ചെയ്യാം. നമുക്ക് ഏത് സെല്ലിലാണോ റിസൾട്ട് കാണിക്കേണ്ടത് ആ സെല്ലിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 40,000 എന്ന് ലഭിച്ചതായി കാണാം. ഈ കണ്ടീഷൻ പ്രകാരം 3 പേരാണ് നമുക്കുള്ളത്. അഭിലാഷ് 15,000, ഷാലു 15,000,
Adira 10,000. Total 40,000. COUNTIF. COUNTIF function counts the number of cells within a range that meets a given condition. Syntax equal to COUNTIF range, criteria. The following function is used to check number of staff earning salary above 13,000. COUNTIF ഫംഗ്ഷൻ നൽകുന്ന കണ്ടീഷന് അനുസൃതമായി ഒരു റേഞ്ചിലുള്ള സെല്ലുകളുടെ എണ്ണം കാണാനാണ് COUNTIF ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 13,000 മുകളിൽ എത്ര പേർ സാലറി വാങ്ങുന്നുണ്ട് എന്ന് നോക്കാം. അതിനുവേണ്ടി താഴെ പറയുന്ന ഫോർമുല ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു COUNTIF C2 C6 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 13,000. ആൻസർ 3 എന്ന് റിട്ടേൺ ചെയ്യുന്നതായി കാണാം. 3 പേരാണ് 13,000 മുകളിൽ സാലറി വാങ്ങുന്നത്. ലെസൺ സമ്മറി. The values inside the bracket in a formula are called arguments. A set of rules for doing something in an orderly manner is called syntax. There are various categories of functions. They are mathematical, statistical, date and time, etc. Sum, product, power, fact, sqrt are example for mathematical function. And, or, not, if are examples for logical function. You can combine the if function with the and function. You can use nested if condition to check more than one condition. Okay, thank you.